നമസ്തേ. തെരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും എന്ന വിഷയമാണ്, ചാപ്റ്ററാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ഇലക്ഷൻ ആൻഡ് റെപ്രസെന്റേഷൻ. ജനാധിപത്യവും തെരഞ്ഞെടുപ്പും പരസ്പര പൂരകങ്ങളാണ്. നമുക്കറിയാം, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ. ജനാധിപത്യം ആധുനിക കാലയളവിൽ എവിടെയുണ്ടോ അതിന്റെ നിലനിൽപ്പ് തെരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചാണ്. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ പറയാം, ജനാധിപത്യവും തെരഞ്ഞെടുപ്പും പരസ്പര പൂരകങ്ങളാണ്. ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ജനാധിപത്യം വിജയിക്കണമെങ്കിൽ, ജനാധിപത്യത്തിന് അതിന്റെ ശരിയായ അർത്ഥത്തിൽ നിലനിൽക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പ് അനിവാര്യമാണ്. അതിൽ ജനങ്ങൾ പൂർണ്ണമായി പങ്കാളികളാകുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ജനാധിപത്യത്തെക്കുറിച്ച് പറയുമ്പോൾ അത് രണ്ടു തരത്തിലുള്ള ജനാധിപത്യമുണ്ട്: പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും. പ്രത്യക്ഷ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ജനങ്ങൾ നേരിട്ട് ഭരണത്തിൽ പങ്കാളികളാകുന്ന ഒരു രീതിയാണ്. പൗരാണിക ഗ്രീസിലും മറ്റും നിലനിന്നിരുന്ന ഒരു സമ്പ്രദായം പ്രത്യക്ഷ ജനാധിപത്യ വ്യവസ്ഥിതിയാണ്. എന്നാൽ പ്രത്യക്ഷ ജനാധിപത്യ വ്യവസ്ഥിതി ആധുനിക കാലയളവിലെ അതിവിസ്തൃതമായ രാഷ്ട്രങ്ങളിൽ, അതിവിപുലമായ ജനങ്ങളുള്ള, അതിവിസ്തൃതമായ ഭൂപ്രദേശങ്ങളുള്ള രാജ്യങ്ങളിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആധുനിക കാലയളവിൽ സ്വീകരിച്ചിരിക്കുന്ന മാതൃക അല്ലെങ്കിൽ രീതി എന്ന് പറയുന്നത് പരോക്ഷ ജനാധിപത്യ വ്യവസ്ഥിതിയാണ്. ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന പരോക്ഷ ജനാധിപത്യ വ്യവസ്ഥിതിയാണ്. 5 വർഷം കൂടുമ്പോഴാണ് സാധാരണഗതിയിൽ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പ്രത്യക്ഷ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു അവസ്ഥയിൽ, തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു രീതിയിൽ ജനങ്ങൾ നേരിട്ട് ഇലക്ഷനിൽ പങ്കാളികളാകുന്നു. പ്രത്യക്ഷ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത അതാണ്. ജനങ്ങൾ നേരിട്ട് ഇലക്ഷനിൽ പങ്കാളികളാകുന്നു. അതിന് ഉദാഹരണമാണ് നമ്മുടെ രാജ്യത്ത് ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പ്. പ്രത്യക്ഷ ജനാധിപത്യ വ്യവസ്ഥിതിക്ക് ഉദാഹരണമാണ്. ജനങ്ങൾ നേരിട്ട് ഭരണത്തിൽ പങ്കാളികളാകുന്നു. അതാണ് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. നമുക്കറിയാം, ലോക്സഭയിലേക്ക് നമ്മൾ നേരിട്ടാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. അതുപോലെ സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലേക്ക് നമ്മൾ നേരിട്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾ നേരിട്ടാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. എന്നാൽ അതേസമയം തന്നെ പരോക്ഷ തെരഞ്ഞെടുപ്പ് രീതിയുമുണ്ട്. എന്താ പരോക്ഷ തെരഞ്ഞെടുപ്പ് രീതി എന്ന് പറഞ്ഞാൽ? പരോക്ഷമായ തെരഞ്ഞെടുപ്പ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ അവരുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്ന രീതിയാണ്. ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു, അവരുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു. അതും ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തുടങ്ങിയവരെ തെരഞ്ഞെടുക്കുന്നത് ആ രീതിയിലാണ്, പരോക്ഷ തെരഞ്ഞെടുപ്പ് രീതിയിലാണ്. മന്ത്രിമാരെ, എംപിമാരെയും MLA-മാരെയും ഒക്കെ നമ്മൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്നു. ആ MLA-മാരും എംപിമാരും ചേർന്നാണ് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തെരഞ്ഞെടുക്കുന്നത്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നേരിട്ട് പങ്കാളികളാകുന്നില്ല. നമ്മൾ എടുക്കുന്ന പ്രതിനിധികൾ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ഒക്കെ തെരഞ്ഞെടുക്കുന്നു. അപ്പൊ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്ന രീതിയെയാണ് പരോക്ഷ തെരഞ്ഞെടുപ്പ് രീതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് രീതി പലതരത്തിലുണ്ട്. അതിലൊന്നാണ് ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം പോലെ തന്നെയുള്ള മറ്റു പ്രധാനപ്പെട്ട സമ്പ്രദായമാണ് കേവല ഭൂരിപക്ഷ സമ്പ്രദായം എന്ന് പറയും. ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് രീതിയാണ് കേവല ഭൂരിപക്ഷ സമ്പ്രദായം. ഒരു ചോദ്യം ഇതാണ്, കേവല ഭൂരിപക്ഷ സമ്പ്രദായം എന്നാൽ എന്ത്?
ഇംഗ്ലീഷിൽ ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം എന്ന് പറയും. അതായത് നമ്മുടെ രാജ്യത്ത് പാർലമെന്റിലേക്ക്, വിശേഷിച്ച് ലോക്സഭയിലേക്ക്, സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലേക്ക്, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഒക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്ത് നേരിട്ട് തെരഞ്ഞെടുക്കുന്ന രീതിയാണ്. അതാണ് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് രീതി എന്ന് പറയുന്നത്. ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം എന്ന് മലയാളത്തിൽ പറയും. അതായത് അതിന്റെ പ്രത്യേകത, ഒരു സ്ഥാനാർത്ഥി തെരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ അയാൾക്ക് ആപേക്ഷികമായ ഭൂരിപക്ഷം മതി. തെരഞ്ഞെടുക്കപ്പെടേണ്ട സ്ഥാനാർത്ഥിക്ക് ആ നിയോജക മണ്ഡലത്തിലെ ഭൂരിപക്ഷ വോട്ട് കിട്ടണമെന്നില്ല. അപ്പൊ നമുക്ക് തന്നെ ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങളാണ്. ഒരു പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരിലും ഭൂരിപക്ഷം ലഭിക്കണമെന്നില്ല. ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരുടെയും ഭൂരിപക്ഷം ലഭിക്കണമെന്നില്ല. ഒരു പഞ്ചായത്ത് വാർഡിലെ മുഴുവൻ വോട്ടർമാരുടെയും മൊത്തം എണ്ണത്തിന്റെ ഭൂരിപക്ഷം ലഭിക്കണമെന്നില്ല. മറിച്ച് ആകെ പോൾ ചെയ്യപ്പെടുന്ന കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന്റെ പ്രത്യേകത ഏതാണ്? ആകെ പോൾ ചെയ്യപ്പെടുന്ന വോട്ടുകളിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആൾ ആര് എന്നതാണ് അവിടെ കണക്കാക്കുന്നത്. അതാണ് കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന്റെ പ്രത്യേകത. ഇതനുസരിച്ച് കേവല ഭൂരിപക്ഷ സമ്പ്രദായ തെരഞ്ഞെടുപ്പ് അനുസരിച്ച് നമ്മൾ ലോക്സഭയിലേക്ക് ആ രീതിയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ലോക്സഭയിലെ മൊത്തം 545 അംഗങ്ങൾ, അത് പിന്നീട് നമ്മൾ വിശദമായിട്ട് പഠിക്കുക എത്ര അംഗങ്ങളുണ്ടെന്ന്. ഈ 545 അംഗങ്ങളെ 543 പേരെയും, 2 പേരൊഴികെ ബാക്കി 543 പേരെയും കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ നിയോജക മണ്ഡലങ്ങളിൽ നിന്നും വോട്ടർമാർ നേരിട്ട് വോട്ട് രേഖപ്പെടുത്തി തിരഞ്ഞെടുക്കുകയാണ്. അവിടെ ഓരോ നിയോജക മണ്ഡലത്തിലെയും ഭൂരിപക്ഷ വോട്ടർമാരുടെയും വോട്ട് ലഭിക്കണമെന്നില്ല. മറിച്ച് ആ നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച വിവിധ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ വോട്ട് ആർക്കാണോ കിട്ടിയ ആ ആളിനെ വിജയിയായി പ്രഖ്യാപിക്കുന്ന രീതിയെയാണ് കേവല ഭൂരിപക്ഷ വോട്ട് തെരഞ്ഞെടുപ്പ് രീതി എന്ന് പറയുന്നത്, കേവല ഭൂരിപക്ഷ തെരഞ്ഞെടുപ്പ് രീതി എന്ന് പറയുന്നത്. അപ്പൊ കേവല ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം എന്ന് പറയും. അതായത് ഒരു മണ്ഡലം, രാജ്യത്തെ പല മണ്ഡലങ്ങളായി തിരിക്കുന്നു. ആ ഓരോ മണ്ഡലത്തിൽ നിന്നും ഓരോ പ്രതിനിധിയെ മാത്രം തെരഞ്ഞെടുക്കുന്നു. ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ഒരാളെ തെരഞ്ഞെടുക്കുന്നു. ഒരു അസംബ്ലി മണ്ഡലത്തിൽ നിന്നും ഒരാളിനെ തെരഞ്ഞെടുക്കുന്ന രീതിയാണ്. ഇതിന് കുറെ പോരായ്മകളുണ്ട്. ഈ സമ്പ്രദായത്തിന് കുറെ പോരായ്മകളുണ്ട്. പോരായ്മകളിൽ ഒന്നാമത്തേതാണ് കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന്റെ പോരായ്മകൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2-3 പോരായ്മകൾ നമുക്ക് പറയേണ്ടതായിട്ട് വരും. നല്ലൊരു പങ്ക് വോട്ടും പാഴാകുന്നു. ഇപ്പൊ 1000 വോട്ടർമാരുള്ള ഒരു പഞ്ചായത്ത് വാർഡില് 10 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. ആ 10 സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ 10 സ്ഥാനാർത്ഥികൾക്കുമായി വോട്ടുകൾ ഡിവൈഡ് ചെയ്തു പോകുന്നു. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് 280 വോട്ട് കിട്ടിയ ആളാണെങ്കിൽ ആ ആള് വിജയിക്കുന്നു എന്ന് വെച്ചാൽ അതിന് അർത്ഥം എന്താ? ബാക്കി 750 വോട്ടുകളും പാഴായി പോകുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഒരു പോരായ്മ. രണ്ടാമത്തെ ഒരു പോരായ്മ എന്ന് പറയുന്നത് എല്ലാ വിഭാഗങ്ങൾക്കും വേണ്ടത്ര പ്രാതിനിധ്യം ലഭിക്കുന്നില്ല. ഒരു നിയോജക മണ്ഡലത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും വേണ്ടത്ര പ്രാതിനിധ്യം ലഭിക്കുന്നില്ല. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ വേണ്ടത്ര ന്യൂനപക്ഷ പ്രാതിനിധ്യം ലഭിക്കുന്നില്ല. അതാണ് കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന്റെ പ്രധാനപ്പെട്ട പോരായ്മ, അല്ലെങ്കിൽ ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം എന്ന സമ്പ്രദായത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പൊ ഇതിന്റെ പോരായ്മ നികത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കേവല ഭൂരിപക്ഷ സമ്പ്രദായം എന്ന തെരഞ്ഞെടുപ്പ് രീതിയുടെ പോരായ്മകൾ നികത്തുന്നതിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം എന്നൊരു രീതി സ്വീകരിച്ചിരിക്കുന്നത്. ആനുപാതിക പ്രാതിനിധ്യ രീതി എന്ന് പറയുമ്പോൾ ഒരു കക്ഷിക്ക് കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം ആ കക്ഷിക്ക് കിട്ടിയ വോട്ടുകളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും. ഇപ്പൊ
അങ്ങനെ 2014 തെരഞ്ഞെടുപ്പിൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയ കക്ഷിക്കും സഖ്യകക്ഷികൾക്കും കൂടി കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 31% വോട്ടായിരുന്നു. ആകെ വോട്ടിന്റെ 31%. പക്ഷെ പാർലമെന്റിൽ ഭൂരിപക്ഷം നേടുന്നതിന് ആവശ്യമായ സീറ്റ് അവർക്ക് ലഭിച്ചു. 19% വോട്ട് ലഭിച്ച കോൺഗ്രസിന് കേവലം 41 സീറ്റ് മാത്രം ലഭിച്ചു. അതുപോലെ തന്നെ BSP എന്ന് പറയുന്ന കക്ഷി ഏതാണ്ട് 4% വോട്ട് മൊത്തത്തിൽ പിടിച്ച BSPക്ക് ഒരു സീറ്റ് പോലും കിട്ടിയില്ല. അപ്പൊ 100-ന് 4 എന്നുള്ള ക്രമത്തിൽ അവർക്ക് കിട്ടേണ്ടതാണ്. കേവല ഭൂരിപക്ഷത്തിന്റെ ഒരു പോരായ്മയാണത്. ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തെ പോരായ്മകളിൽ നിന്നും ഉടലെടുത്തതാണ്. അവർക്ക് കിട്ടുന്ന ലഭ്യത്തിന്റെ, അതായത് ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ കിട്ടുന്ന വോട്ടുകൾക്ക് ആനുപാതികമായി സീറ്റുകൾ നൽകുന്ന രീതിയാണ്. എന്ന് വെച്ചാൽ സംഖ്യാബലത്തിനനുസരിച്ച് വോട്ടിന്റെ എണ്ണത്തിനനുസരിച്ച് പ്രാതിനിധ്യം ലഭിക്കുന്ന രീതിയാണ് ആനുപാതിക പ്രാതിനിധ്യ രീതി എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് ഒരു ചെറിയ രീതിയിൽ അത് നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത് നല്ല രീതിയിൽ നടപ്പിലാക്കപ്പെട്ടുള്ള രാജ്യങ്ങളാണ് അർജന്റീന, പോർച്ചുഗല്, നെതർലാൻഡ്, ഇസ്രയേൽ തുടങ്ങിയ രാജ്യങ്ങൾ. അർജന്റീനയിലും പോർച്ചുഗലിലും നെതർലാൻഡിലും ഇസ്രയേലിലും ഒക്കെ ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായമാണ്. വോട്ട് ചെയ്തതിനു ശേഷം ഓരോ പാർട്ടിക്കും ലഭിച്ച വോട്ടുകൾ കണക്കാക്കിയതിനു ശേഷം ഓരോ കക്ഷിക്കും ലഭിച്ച വോട്ടുകളുടെ പെർസെന്റേജ് കണക്കാക്കി ആ പെർസെന്റേജിന് അനുപാതമായി പ്രതിനിധികളെ നൽകുന്ന രീതിയാണ് ഈ രാജ്യങ്ങളിലൊക്കെ നിലനിൽക്കുന്നത്. ഇന്ത്യയിൽ പൂർണ്ണമായ അർത്ഥത്തിലല്ലെങ്കിലും ആനുപാതിക പ്രാതിനിധ്യത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒന്നാണ് രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന ആരൊക്കെയാണെന്നുള്ള അടുത്ത യാത്രകളിൽ നമ്മൾ പഠിക്കും, വിശദമായി പഠിക്കും. എങ്ങനെയാണ് അതിന്റെ നടപടിക്രമങ്ങളും ഒക്കെ പഠിക്കും. രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ അംഗങ്ങളാണ് രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ഒരു ദിവസത്തെ നിയമനിർമ്മാണ സഭയിലെ സമ്മേളനത്തിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്തു നിന്നൊരു രാജ്യസഭാ അംഗത്തെ തെരഞ്ഞെടുത്തിരുന്നു, MP വീരേന്ദ്രകുമാർ. അപ്പൊ അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമനിർമ്മാണത്തിലെടുത്തത് സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് നമുക്ക് മറ്റു ചാപ്റ്ററുകളിൽ പഠിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഈ കേവല ഭൂരിപക്ഷ സമ്പ്രദായവും ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിൽ രാജ്യത്തെ പല നിയോജക മണ്ഡലങ്ങളായി വിഭജിക്കുന്നു. ഞാൻ പറഞ്ഞ 543 നിയോജക മണ്ഡലങ്ങളായി നമ്മുടെ രാജ്യത്തെ വിഭജിച്ചിട്ടുണ്ട്. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന്റെ ഒരു പ്രത്യേകത അതാണ്, നിരവധി നിയോജക മണ്ഡലങ്ങളായി രാജ്യത്തെ വിഭജിക്കുന്നു. എന്നാൽ ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിൽ ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ഒരു നിയോജക മണ്ഡലമായി കണക്കാക്കുന്നു. മറ്റേ നിരവധി നിയോജക മണ്ഡലങ്ങൾ, ഇത് ഏക നിയോജക മണ്ഡലം എന്ന് പറയുന്നു. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിൽ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിയെ മാത്രം തിരഞ്ഞെടുക്കുന്നു. എന്നാൽ ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിൽ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും ഒന്നിലധികം പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു. തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം അതാണ്. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിൽ വോട്ടർ സമ്മതിദായകന് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നു. നമ്മൾ സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്യുന്നത്. പാർലമെന്റിലേക്കായാലും ലോക്സഭയിലേക്കായാലും അസംബ്ലിയിലേക്കായാലും പഞ്ചായത്തിലേക്കായാലും നഗരസഭയിലേക്കായാലും ഒക്കെ നമ്മൾ വോട്ട് ചെയ്യുന്നത് സ്ഥാനാർത്ഥിക്കാണ്. എന്നാൽ ആനുപാതിക പ്രാതിനിധ്യ നിയമത്തിൽ രാഷ്ട്രീയ പാർട്ടിക്കാണ് വോട്ട് ചെയ്യുന്നത്. ഏത് പാർട്ടിക്കാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നു, അവിടെ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു. ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിൽ നിന്ന് വ്യത്യസ്തമായി കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിൽ ലഭിച്ച വോട്ടിനേക്കാൾ കൂടുതൽ സീറ്റ്, കൂടുതലോ കുറവോ സീറ്റുകൾ ചിലപ്പോൾ ലഭിച്ചെന്നിരിക്കാം. ലഭിച്ച മൊത്തം ശരാശരി വോട്ടിനേക്കാൾ കൂടുതൽ സീറ്റുകളോ കുറവ് സീറ്റുകളോ ലഭിച്ചെന്നിരിക്കാം. എന്നാൽ ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിൽ
ലഭിച്ച വോട്ടുകൾക്ക് ആനുപാതികമായി മാത്രം സീറ്റുകൾ ലഭിക്കുന്നു. തമ്മിലുള്ള ഒരു വ്യത്യാസം അതാണ്. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് 50%-ലധികം വോട്ട് ലഭിക്കണമെന്നില്ല. എന്നാൽ ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിൽ വിജയിക്കുന്ന കക്ഷികൾക്ക് മുഴുവൻ വോട്ടിന്റെയും ഭൂരിപക്ഷം ലഭിക്കണമെന്നുണ്ട്. അതാണ് തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. കേവല ഭൂരിപക്ഷ സമ്പ്രദായം ഇംഗ്ലണ്ട്, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിൽ അവലംബിക്കുമ്പോൾ ഇസ്രായേല്, നെതർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ അവലംബിക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യ രീതിയാണ്. ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ആനുപാതിക പ്രാതിനിധ്യ രീതിയാണ് ഹെയർ സിസ്റ്റവും ലിസ്റ്റ് സിസ്റ്റവും. ഹെയർ സിസ്റ്റം, ഹെയർ വ്യവസ്ഥ എന്ന് പറയും. ഹെയർ വ്യവസ്ഥ ഇംഗ്ലണ്ടുകാരനായ തോമസ് ഹെയർ കണ്ടുപിടിച്ചതുകൊണ്ടാണ് ഇതിനെ ഹെയർ വ്യവസ്ഥ എന്ന് വിളിക്കുന്നത്. തോമസ് ഹെയർ കണ്ടുപിടിച്ചതുകൊണ്ടാണ് ഇതിനെ, ഹെയർ എന്ന പേര് അദ്ദേഹത്തിനുള്ളത് കൊണ്ടാണ് ഇതിനെ ഹെയർ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇത്രയൊരു സമ്പ്രദായം അദ്ദേഹം മുന്നോട്ട് വെച്ചത് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ മെഷീനറി ഓഫ് റെപ്രസെന്റേറ്റീവ്സ് എന്ന ഗ്രന്ഥത്തിലൂടെയാണ്. തോമസ് ഹെയറിന്റെ വിഖ്യാതമായ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ഒരു ഗ്രന്ഥമാണ് മെഷീനറി ഓഫ് റെപ്രസെന്റേറ്റീവ്സ്. പിൽക്കാലയളവിൽ അദ്ദേഹം മറ്റൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. ദി ഇലക്ഷൻ ഓഫ് റെപ്രസെന്റേറ്റീവ് എന്ന മറ്റൊരു ഗ്രന്ഥവും പ്രസിദ്ധീകരിച്ചു. ദി ഇലക്ഷൻ ഓഫ് റെപ്രസെന്റേറ്റീവ്. അതിൽ വളരെ വ്യക്തമായി അദ്ദേഹം നിർദ്ദേശിച്ച സമ്പ്രദായത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് കൈമാറ്റ വോട്ട് വ്യവസ്ഥയെക്കുറിച്ചാണ്. കൈമാറ്റ വോട്ട് വ്യവസ്ഥ. ഒരു വോട്ടർക്ക് ഫലപ്രദമായ ഒരു വോട്ട് രേഖപ്പെടുത്തും. 10 സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ 5 പേരെ തെരഞ്ഞെടുക്കണം. ഒരു സ്ഥാനാർത്ഥിക്ക് ഫലപ്രദമായ ഒരു വോട്ടേ ഉള്ളൂ. ഒരു വോട്ട് ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് പരിഗണനാ വോട്ടുകൾ നൽകാം. രണ്ടാമത്തെ വോട്ട് വേറെ ഒന്ന്. ആദ്യം എണ്ണുമ്പോൾ ഫസ്റ്റ് പരിഗണനാ വോട്ട് മാത്രം, ആദ്യത്തെ ഫലപ്രദമായ വോട്ട് ഒന്നെന്ന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേരിന് നേരെ കൊടുത്തിരിക്കുന്ന വോട്ടാണ് ഒന്നാം പരിഗണനാ വോട്ടായി എണ്ണുന്നത്. അങ്ങനെ എണ്ണുമ്പോൾ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ഒന്നാം പരിഗണനാ വോട്ട് കിട്ടിയ ആളിനെ വിജയിയായി പ്രഖ്യാപിക്കും. അത് കഴിഞ്ഞാൽ നിശ്ചിത കോട്ട അയാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ആളിനെ തിരഞ്ഞെടുക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഒന്നാം പരിഗണനാ വോട്ടുകൾ കിട്ടിയ ആളിനെ പരിഗണിച്ചതിനു ശേഷം അയാൾക്ക് ലഭിക്കേണ്ട കോട്ട വോട്ട് ലഭിച്ചില്ലെങ്കിൽ അയാൾക്ക് അയാളുടെ പേരിന് നേരെ രേഖപ്പെടുത്തിയിരിക്കുന്ന രണ്ടാം പരിഗണനാ വോട്ട് പരിശോധിക്കും. അതാണ് വോട്ട് കൈമാറ്റ വ്യവസ്ഥ എന്ന് പറയുന്നത്. അതായത് വോട്ടർമാർക്ക് മുൻഗണന രേഖപ്പെടുത്താൻ കഴിയുന്ന വ്യവസ്ഥ. അതുകൊണ്ട് ഈ സമ്പ്രദായത്തെ ഹെയർ വ്യവസ്ഥയെ മുൻഗണനാ വ്യവസ്ഥ എന്നും പറയാറുണ്ട്. ഹെയർ വ്യവസ്ഥയെ മുൻഗണനാ വ്യവസ്ഥ എന്ന പേരിലും അറിയപ്പെടുന്നു. ഈ വ്യവസ്ഥയിൽ ബഹു അംഗ നിയോജക മണ്ഡലം, ഒരു മണ്ഡലത്തിൽ നിന്നും നിരവധി പേരെ തെരഞ്ഞെടുക്കുന്ന രീതിയാണ്. അങ്ങനെ തെരഞ്ഞെടുക്കുമ്പോൾ ആനുപാതികമായ പങ്ക് എല്ലാവർക്കും ലഭിക്കുന്നു. ഒരാൾക്ക് ഫലപ്രദമായ ഒരു വോട്ട് രേഖപ്പെടുത്തുന്നതിനോടൊപ്പം മറ്റ് പ്രിഫറൻസുകളെ കൂടി അല്ലെങ്കിൽ മുൻഗണനകൾ കൂടി രേഖപ്പെടുത്താനുള്ള അവസരം ലഭിക്കുന്നു. തന്റെ ഒന്നാം പരിഗണന വോട്ട് കഴിഞ്ഞാൽ രണ്ടാം പരിഗണന, മൂന്നാം പരിഗണന എന്ന രീതിയിൽ മറ്റുള്ളവർക്കും വോട്ട് രേഖപ്പെടുത്താൻ അവസരം ലഭിക്കുന്നു എന്നതാണ് ഹെയർ വ്യവസ്ഥയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, അല്ലെങ്കിൽ മുൻഗണനാ വ്യവസ്ഥയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ സമ്പ്രദായം അയർലൻഡ്, ദക്ഷിണാഫ്രിക്ക, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഇന്ന് നിലവിലുണ്ട്. ഇനി ഇതുപോലെ തന്നെയുള്ള മറ്റൊരു പരോക്ഷ തെരഞ്ഞെടുപ്പ് രീതിയാണ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷനാണ്, ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായമാണ് ലിസ്റ്റ് വ്യവസ്ഥ അഥവാ ലിസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതൊരു ആനുപാതിക പ്രാതിനിധ്യ രീതിയാണ്. ഇവിടെയും മറ്റേ ഹെയർ വ്യവസ്ഥ പോലെ തന്നെ
ബഹു അംഗ നിയോജക മണ്ഡലമായി. എന്ന് വെച്ചാൽ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും ഒന്നിലധികം ആൾക്കാരെ തെരഞ്ഞെടുക്കുന്ന രീതിയാണ്. ഇവിടെ ഹെയർ വ്യവസ്ഥയിൽ നിന്നുള്ള വ്യത്യാസം, സ്ഥാനാർത്ഥികളെ അല്ല അവതരിപ്പിക്കുന്നത്, രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികളുടെ ഒരു ലിസ്റ്റാണ് അവതരിപ്പിക്കുന്നത്. വോട്ടർമാർ വോട്ട് ചെയ്യുന്നത് സ്ഥാനാർത്ഥിക്കല്ല, മറിച്ച് ലിസ്റ്റിനാണ്, പാനലിനാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. അതാണ് ലിസ്റ്റ് സിസ്റ്റത്തിന്റെ പ്രത്യേകത. ഓരോ പാർട്ടിയും തങ്ങളുടെ സ്ഥാനാർത്ഥികൾ ഉൾക്കൊള്ളുന്ന ഒരു ലിസ്റ്റ് തയ്യാറാക്കും. ആ ലിസ്റ്റ് തയ്യാറാക്കിയതിനു ശേഷം ആ ലിസ്റ്റാണ് സമർപ്പിക്കുന്നത്. വോട്ടർ ആ ലിസ്റ്റിനാണ് വോട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യും? ഓരോ ലിസ്റ്റിനും കിട്ടിയിരിക്കുന്ന വോട്ടുകൾ എണ്ണി നോക്കിയതിനു ശേഷം ഓരോ പാർട്ടിക്കും ലഭിച്ച ലിസ്റ്റിൽ ലഭിച്ച വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ആനുപാതികമായി സീറ്റുകൾ വിഭജിക്കുന്ന രീതിയാണ് ലിസ്റ്റ് സമ്പ്രദായം എന്ന് പറയുന്നത്. സ്വിറ്റ്സർലൻഡിലും ബെൽജിയത്തിലും ഒക്കെ നിലനിൽക്കുന്നത് ഈ സമ്പ്രദായമാണ്. ഇവിടെ സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ തങ്ങളുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വോട്ടർക്കല്ല, മറിച്ച് രാഷ്ട്രീയ പാർട്ടിക്കാണ് എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിൽ സ്ഥാനാർത്ഥികൾ ജയിക്കണമെങ്കിൽ ഒരു നിശ്ചിത കോട്ടയുണ്ട്. നിശ്ചിത കോട്ട വോട്ട് നേടിയെങ്കിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇപ്പൊ 100 അംഗങ്ങളുള്ളടുത്ത് 3 അംഗങ്ങളുടെ ഒഴിവ് വന്നു. 3 അംഗങ്ങളുടെ ഒഴിവ് വന്നാൽ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്, അവസരമുണ്ട്. പക്ഷേ ഓരോ അംഗവും ജയിക്കുന്നതിന് അയാൾക്ക് കിട്ടേണ്ട വോട്ടിന്റെ കോട്ട നിശ്ചയിക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം അത് തീരുമാനിക്കുന്നതിന്, കോട്ട തീരുമാനിക്കുന്നതിന് ഒരു മാനദണ്ഡമുണ്ട്, ഒരു ഇക്വേഷൻ ഉണ്ട്. കോട്ട സമം മൊത്തം പോൾ ചെയ്യപ്പെട്ട വോട്ടുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ ഭാഗം മൊത്തം തെരഞ്ഞെടുക്കപ്പെടേണ്ട സ്ഥാനാർത്ഥികളുടെ എണ്ണം അധികം 1 അധികം 1. ഉദാഹരണത്തിന് മൊത്തം പോൾ ചെയ്യപ്പെട്ട വോട്ട് എന്ന് പറയുന്നത് 100, ചെയ്യപ്പെടേണ്ട വോട്ട് 100, തെരഞ്ഞെടുക്കപ്പെടേണ്ട അംഗങ്ങളുടെ എണ്ണം 3. അപ്പോൾ മൊത്തം വോട്ടുകളുടെ എണ്ണം 100 ഭാഗം തെരഞ്ഞെടുക്കപ്പെടേണ്ട അംഗങ്ങളുടെ എണ്ണം 3 അധികം 1 എന്നുവെച്ചാൽ 4. 100 ഭാഗം 4, അവിടെ കോട്ട എത്രയായിട്ട് തീരുമാനിക്കപ്പെടും? 25. എന്നിട്ട് വീണ്ടും അധികം 1, അപ്പൊ 26. അപ്പൊ 26 വോട്ട് കിട്ടുന്ന ഒരാള് വിജയിക്കും. അടുത്ത 26 കിട്ടുന്ന ആള് വിജയിക്കും. അടുത്ത 26 വോട്ട് കിട്ടുന്ന ആള് വിജയിക്കും. 100 വോട്ടേ ഉള്ളൂ. 26 വെച്ച് 3 പേർക്ക് കണക്കാക്കി കഴിയുമ്പോ 78 വോട്ടായി. ബാക്കി ഭൂരിപക്ഷം കിട്ടുന്നത് ആർക്കാണോ, അവശേഷിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വോട്ട് ആർക്കാണോ അവരെ തിരഞ്ഞെടുക്കത്തില്ല. കാരണം അവർക്ക് കോട്ടയ്ക്ക് ആവശ്യമായ വോട്ടുകൾ ഇല്ലായിരുന്നു എന്നതാണ് അതിന് കാരണം. അപ്പോ ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിൽ വോട്ടുകൾ നേടുന്ന ഒരു കോട്ടായുണ്ട്. ആ കോട്ടായുടെ മാനദണ്ഡം എന്ന് പറയുന്നത് കോട്ടാ സമം മൊത്തം പോൾ ചെയ്യപ്പെട്ട വോട്ടുകളുടെ എണ്ണം ഭാഗം മൊത്തം തിരഞ്ഞെടുക്കപ്പെടേണ്ടുന്ന അംഗങ്ങളുടെ എണ്ണം അധികം 1 അധികം 1 എന്നതാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ കേവല ഭൂരിപക്ഷ സമ്പ്രദായം സ്വീകരിച്ചത്? നമ്മളെന്താ ഈ സമ്പ്രദായം സ്വീകരിച്ചത്? അതായത് ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായമല്ല പ്രധാനമായിട്ട് നമ്മൾ സ്വീകരിച്ചത്. എയർ സിസ്റ്റം പോലെ, ലിസ്റ്റ് സിസ്റ്റം പോലെ ചില കേസുകളിൽ മാത്രമേ നമ്മൾ ലോക്സഭയിലേക്കും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലേക്കും പഞ്ചായത്തിലേക്കും ഒക്കെ ഉള്ള തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം അല്ല സ്വീകരിച്ചിട്ടുള്ളത്, മറിച്ച് ആദ്യം പറഞ്ഞ കേവല ഭൂരിപക്ഷ സമ്പ്രദായം, ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റമാണ് നമ്മൾ സ്വീകരിച്ചത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇത് സ്വീകരിച്ചത്? ഒന്നാമത്തെ കാരണം ഈ സമ്പ്രദായം വളരെ ലളിതമാണ്. പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം എഴുതാനാണ് എന്തുകൊണ്ട് നമ്മൾ ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം സ്വീകരിച്ചു. ഇത് വളരെ ലളിതമായ ഒന്നാണ്. 2, വോട്ടർക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കാം. രണ്ടാമത്തെ കാര്യം അതാണ്. എത്ര സ്ഥാനാർത്ഥികൾ മത്സരിച്ചാലും വോട്ടർക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാം. 3,
തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധിക്ക് താൻ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രദേശത്തോട് പ്രത്യേകമായ ബാധ്യതയും ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കും. ഇപ്പൊ മാവേലിക്കര പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്നും അല്ലെങ്കിൽ മാവേലിക്കര അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പ്രതിനിധിക്ക് മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് ആ പ്രദേശത്തോട് പ്രത്യേകമായ ഒരു ഉത്തരവാദിത്വവും ബാധ്യതയും ഒക്കെ ഉണ്ടാവും. അതാണ് അതിന്റെ മറ്റൊരു ഗുണം. മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഉറച്ച ഗവൺമെന്റ് രൂപീകരിക്കുന്നതിന് കേവല ഭൂരിപക്ഷ സമ്പ്രദായമാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്, ശക്തമായ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിന്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഗുണം, വോട്ടർമാർക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയും. നമുക്കറിയാം, എല്ലാ ഭിന്നതകളും മാറ്റിവെച്ചുകൊണ്ട് വോട്ടർമാർ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള സാഹചര്യം ഈ കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തില് ഉണ്ടാകും. അതാണ് കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന്റെ പ്രത്യേകത. ഇനി നമ്മുടെ രാജ്യത്ത് കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ട മേഖലകളിലെല്ലാം നടക്കുന്നതെങ്കിലും പ്രത്യേകമായി ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് പ്രത്യേകമായ സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിൽ അല്ലാത്തപക്ഷം ചില പ്രബല വിഭാഗങ്ങൾക്ക് മാത്രമേ പ്രാതിനിധ്യം ലഭിക്കുകയുള്ളൂ. അല്ലാത്തടത്തോളം അതൊക്കെ വിശദമായി സംശയങ്ങൾ ഒരുപാട് ഉണ്ടാക്കാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നത്. നേരിട്ടായിരുന്നു, ക്ലാസ് മുറിയിലായിരുന്നുവെങ്കിൽ വിശദമായി നമുക്ക് ഉദാഹരണം സഹിതം പറയായിരുന്നു. ഇല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിൽ പ്രബല വിഭാഗങ്ങൾക്കാണ് എപ്പോഴും പ്രാധാന്യം ഉണ്ടാകുന്നതും തെരഞ്ഞെടുക്കപ്പെടുന്നതും കൂടുതൽ സീറ്റ് നേടുന്നതും. ചുരുക്കി പറഞ്ഞാൽ എല്ലാ ജനവിഭാഗങ്ങൾക്കും വേണ്ടത്ര പ്രാതിനിധ്യം ലഭിക്കില്ല എന്നതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഉദാഹരണത്തിന് പട്ടികജാതി പട്ടികവർഗങ്ങൾ, മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ, ഇവർക്കൊക്കെ. അതുകൊണ്ട് തന്നെ ഭരണഘടനാപരമായി നമ്മൾ, അതായത് ഭരണഘടന എഴുതിയുണ്ടാക്കിയ ഭരണഘടനാ ശില്പികൾ വേണ്ടത്ര സംവരണ ഈ വിഭാഗങ്ങൾക്ക് ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തു. 545 സീറ്റുകളാണ് മൊത്തം ഉള്ളത്. 543 വരെ തെരഞ്ഞെടുക്കുന്നു, 2 പേരെ നോമിനേറ്റ് ചെയ്യുന്നു പ്രസിഡന്റ്. അതൊക്കെ അടുത്ത ചാപ്റ്ററുകളിൽ പഠിക്കും, വിശദമായിട്ട് നമുക്ക് പഠിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല. അതിൽ തന്നെ 79 സീറ്റുകൾ പട്ടികജാതിക്കാർക്കായിട്ടും 41 സീറ്റുകൾ പട്ടികവർഗക്കാർക്കായിട്ടും സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ അവിടെ മത്സരിക്കാം, പക്ഷേ ആ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമേ മത്സരിക്കാൻ പാടുള്ളൂ. ആരാ ഈ സംവരണത്തെക്കുറിച്ച് തീരുമാനിക്കുന്നത്? ഭരണഘടനയിൽ അതിനും വ്യക്തമായ വ്യവസ്ഥയുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി സഹകരിച്ചുകൊണ്ട് അതിർത്തി നിർണയ കമ്മീഷനാണ് സംവരണം തീരുമാനിക്കുന്നത്. ഇപ്പൊ നിയോജകമണ്ഡലങ്ങളുടെ വലിപ്പം മറ്റുമൊക്കെ തീരുമാനിക്കുന്നതിന് ഒരു പ്രത്യേക കമ്മീഷനുണ്ട്. അതിർത്തി നിർണയ കമ്മീഷൻ എന്നാണ് അതിന്റെ പേര്. അതിർത്തി നിർണയ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിയാലോചിച്ചാണ് സംവരണ സീറ്റുകളെ കുറിച്ച് തീരുമാനമെടുക്കുന്നത്. തെരഞ്ഞെടുപ്പാകുമ്പോൾ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നീതിപൂർവകവും നിഷ്പക്ഷവുമായിരിക്കണം. അല്ലെ? ഒരു തെരഞ്ഞെടുപ്പ് ജനാധിപത്യ വ്യവസ്ഥയിൽ സ്വതന്ത്രവും നീതിപൂർവകവും നിഷ്പക്ഷവും ആയിരിക്കണം. അതിനകത്ത് ഗവൺമെന്റിന്റെ യാതൊരു വിധമായ ഇടപെടലുകളും പാടില്ല. അതിന് ഭരണഘടനാപരമായ പല നടപടികളിലും നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. സ്വതന്ത്രവും നീതിപൂർവകവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നതിനാവശ്യമായ വ്യവസ്ഥകൾ നമ്മുടെ ഭരണഘടനയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഭരണകക്ഷിക്ക് അനാവശ്യമായി ഇടപെടാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുന്ന തരത്തിലുള്ള വ്യവസ്ഥകൾ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഭരണഘടനാപരമായ നടപടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിച്ചു നോക്കാം. ഒന്നാമതായി സാർവത്രികമായ പ്രായപൂർത്തി വോട്ടവകാശം. ഒരാളിനെയും രാഷ്ട്രീയത്തിന്റെയോ മതത്തിന്റെയോ ജാതിയുടെയോ വർണ്ണത്തിന്റെയോ പ്രാദേശിക ഭിന്നതയുടെയോ ലിംഗത്തിന്റെയോ വ്യത്യാസത്തിൽ ഒഴിച്ചു നിർത്താതെ
പ്രായപൂർത്തിയായ മുഴുവൻ ആൾക്കാർക്കും വോട്ടവകാശം നൽകുന്നതിനുള്ള വ്യവസ്ഥ ഇന്ത്യയുടെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 326. ആർട്ടിക്കിൾ 326 വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഒരു ഭിന്നതയും കൂടാതെ എല്ലാ ഇന്ത്യന്മാർക്കും സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നൽകണമെന്ന്. അക്കാര്യത്തിൽ യാതൊരു വിവേചനവും പാടില്ല. ഞാൻ പറഞ്ഞ ജാതി, മത, വർഗ, വർണ്ണ, ലിംഗ, പ്രാദേശിക വ്യത്യാസങ്ങൾ പാടില്ല എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. 1989 വരെ നമ്മുടെ രാജ്യത്ത് വോട്ടിംഗ് പ്രായം 21 ആയിരുന്നുവെങ്കിൽ 1989 ഭരണഘടനയുടെ 61ാം ഭേദഗതിയിലൂടെ 61ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വോട്ടിംഗ് പ്രായം 18 കുറച്ചു. അതാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം. 2, ഏതൊരാൾക്കും ചില വ്യവസ്ഥകൾക്ക് വിധേയമായി പ്രതിനിധി സഭകളിലേക്ക് മത്സരിക്കാം. ഏതൊരാൾക്കും മത്സരിക്കാം. അതിന് ചില വ്യവസ്ഥകളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന് ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും ഒക്കെ മത്സരിക്കണമെങ്കിൽ പ്രായം 25 കഴിഞ്ഞിരിക്കണം. മറ്റ് കുറ്റകൃത്യങ്ങളിലൊന്നും ഏർപ്പെട്ടവര് ആവാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള ചില വ്യവസ്ഥകളുണ്ട്. അതൊഴിച്ചാൽ ഏതൊരാൾക്കും ലോക്സഭയിലേക്കോ അതുപോലെ തന്നെ പാർലമെന്റിലെ സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലേക്കോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കോ ഒക്കെ മത്സരിക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മുടെ രാജ്യത്തൊരു സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയുണ്ട്. ഭരണഘടനയുടെ 324 ആർട്ടിക്കിളിൽ ഈ സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്നു. ഇതൊരു സ്വതന്ത്ര സ്ഥാപനമാണ്. ഗവൺമെന്റിന് നേരിട്ട് ഇടപെടാനോ നിയന്ത്രിക്കാനോ കഴിയാത്ത ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് ഭരണഘടനയുടെ 324 വകുപ്പിൽ പ്രതിപാദിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പാർലമെന്റിലേക്കും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും ഇന്ത്യയുടെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ഒക്കെ തെരഞ്ഞെടുക്കുന്നത്. അതിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പാർലമെന്റിലേക്കും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നതും പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തെരഞ്ഞെടുപ്പ് നടത്തുന്നതും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അത്തരത്തിൽ നടത്തുന്നതിന് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 324 അനുസരിച്ച് ഒരു സ്വതന്ത്ര സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. എന്താണ് ഇവരുടെ കടമകൾ? തെരഞ്ഞെടുപ്പിന്റെ സംവിധാനം, മേൽനോട്ടം, നിയന്ത്രണം എന്നിവ നിർവഹിക്കുക. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളാ എന്തൊക്കെയാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ: തെരഞ്ഞെടുപ്പിന്റെ സംവിധാനം, മേൽനോട്ടം, നിയന്ത്രണം. ഇവയെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളിൽ പെടുന്നവയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്, ഇന്ത്യൻ പ്രസിഡന്റാണ്. 1950 മുതൽ 1989 വരെ ഒരു ഏകാംഗ കമ്മീഷനായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യയിൽ. 89 വരെ. എന്നാൽ 1989 രണ്ടംഗങ്ങളെ കൂടെ ചേർത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മൊത്തം അംഗസംഖ്യ 3 ഉയർത്തി. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 കമ്മീഷണർമാരും. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന പേര് പറയുമെങ്കിലും ഇലക്ഷൻ കമ്മീഷന്റെ യോഗങ്ങളിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അധ്യക്ഷം വഹിക്കും. പക്ഷെ തീരുമാനമെടുക്കുമ്പോൾ 3 പേർക്കും തുല്യ അധികാരങ്ങളാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഡോക്ടർ സുകുമാർ സെൻ ആയിരുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഡോക്ടർ സുകുമാർ സെൻ ആയിരുന്നു. ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷണർ ആരാ? സുനിൽ അറോറ. സുനിൽ അറോറയാണ് ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ.
കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിൽ ഓരോ സംസ്ഥാനങ്ങളിലും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കാൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുകളുണ്ട്. അതിൽ കേരളത്തിലെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ടിക്കാറാം മീണയാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ടിക്കാറാം മീണ. തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി 6 വർഷമാണ്, ഇല്ലെങ്കിൽ 65 വയസ്സ് വരെ. ഇത് രണ്ടില് ഏതാണ്? അപ്പൊ 50 വയസ്സുള്ള ഒരാളിനെ നിയമിച്ചു കഴിഞ്ഞാൽ 56 വയസ്സ് വരെ, അത്രയേ ഉള്ളൂ, 6 വർഷമേ ഉള്ളൂ. 62 വയസ്സുള്ള ഒരാളിനെ നിയമിച്ചു കഴിഞ്ഞാൽ 65 വയസ്സ് വരെ പറ്റൂ. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് എന്നതാണ് മാനദണ്ഡം. സാധാരണയായി സിവിൽ സർവീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെയാണ് ഇലക്ഷൻ കമ്മീഷണർമാരായി നിയമിക്കുന്നത്. നിയമിച്ചാൽ ഇതൊരു സ്വതന്ത്ര സംഘടനയാണ്, സ്ഥാപനമാണ്. പെരുമാറ്റ ദൗഷ്യമോ ശാരീരികവും മാനസികവുമായ മറ്റ് പോരായ്മകൾ ബോധ്യപ്പെടുകയോ തെളിയിക്കപ്പെടുകയോ ചെയ്താൽ പ്രസിഡന്റിന് അദ്ദേഹത്തെ തൽസ്ഥാനത്തു നിന്നും നീക്കം ചെയ്യാം, പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെ. അതിനെ നമ്മൾ ഇംപീച്ച്മെന്റ് എന്നൊക്കെ പറയും. എന്താണ് ആ പ്രോസസ്സ് എന്നുള്ളത് അടുത്ത ചാപ്റ്ററുകളിൽ വിശദമായിട്ട് പഠിക്കും. അല്ലാതെ പെട്ടെന്നൊന്നും തൽസ്ഥാനത്തു നിന്നും നിയമിച്ചു കഴിഞ്ഞാൽ അവരെ നീക്കം ചെയ്യാൻ കഴിയില്ല. ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെ അക്കവിട്ട് നമ്മൾ പരിശോധിക്കുന്നു. 1. സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പ് നോക്കി നടത്തുക. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒന്നാമത്തെ ചുമതല ഏതാണ്? സ്വതന്ത്രവും നീതിപൂർവകവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് നോക്കി നടത്തുക. അടുത്തത് എംപിമാര്, പാർലമെന്റ് അംഗങ്ങൾ, സംസ്ഥാന നിയമനിർമ്മാണ സഭാംഗങ്ങൾ അഥവാ MLA മാര്, വൈസ് പ്രസിഡന്റ്, പ്രസിഡന്റ് തുടങ്ങിയവരെ ഒക്കെ തെരഞ്ഞെടുക്കുന്നതിന് മേൽനോട്ടം വഹിക്കുകയും ആ തെരഞ്ഞെടുപ്പിന് നേതൃത്വം വഹിക്കുകയും ചെയ്യുക. 3. വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുക. കാലാകാലങ്ങളിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഉൾക്കൊള്ളുന്നവരെ ഉൾക്കൊള്ളിക്കുക, എന്ന് വെച്ചാൽ പുതുക്കുക. വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുകയും പുതുക്കുകയും ചെയ്യുന്ന ജോലി ഇലക്ഷൻ കമ്മീഷന്റേതാണ്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുക. ഇത് തെരഞ്ഞെടുപ്പിന്റെ ആദ്യ സ്റ്റെപ്പാണ്. വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറായി കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുക. തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ തയ്യാറാക്കുക. അതായത് തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി, സൂക്ഷ്മ പരിശോധനയ്ക്കുള്ള തീയതി, പിൻവലിക്കാനുള്ള തീയതി, തെരഞ്ഞെടുപ്പിന്റെ തീയതി, വോട്ടെണ്ണുന്നതിന്റെ തീയതി, ഫലപ്രഖ്യാപനം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഷെഡ്യൂള് തയ്യാറാക്കുന്നത്, നടപടിക്രമം തയ്യാറാക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. രാഷ്ട്രീയ പാർട്ടികൾ, സ്ഥാനാർത്ഥികൾ, വോട്ടർമാർ എന്നിവർക്കുള്ള പെരുമാറ്റച്ചട്ടം തീരുമാനിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയൊക്കെ പെരുമാറണം, എങ്ങനെയൊക്കെ പെരുമാറരുത്, വോട്ടർമാർ എങ്ങനെയൊക്കെ പെരുമാറണം, എങ്ങനെയൊക്കെ പെരുമാറരുത്, ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ്. അതുപോലെ തന്നെ സ്ഥാനാർത്ഥികൾ എങ്ങനെ പെരുമാറണം, എങ്ങനെയൊക്കെ പെരുമാറരുത് എന്നുള്ള പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച കാര്യങ്ങളിൽ അന്തിമ തീർപ്പ് കൽപ്പിക്കുന്നതിനുള്ള അധികാരവും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അന്തിമ തീരുമാനം അതാണ്. സമീപകാലത്തുണ്ടായ സംഭവവികാസങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ക്ലാസിന്റെ ചുമരുകൾക്കുള്ളിലായിരുന്നെങ്കിൽ വിവാദമായാൽ തന്നെ നമുക്കത് അവിടെ ചർച്ച ചെയ്ത്, പൊളിറ്റിക്കൽ സയൻസാണ് നമ്മൾ പഠിക്കുന്നത്, അപ്പൊ സ്വാഭാവികമായിട്ടും അത് വിശദമായി ചർച്ച ചെയ്ത് സംശയങ്ങൾ ദൂരീകരിച്ച് മനസ്സിലാക്കി കുറച്ചുകൂടെ ഇലാബറേറ്റ് ആയിട്ട് പോകാൻ കഴിയുമായിരുന്നു. ഇപ്പൊ ഒരു പാർട്ടി രണ്ടായിട്ട് പടർന്നാൽ അതിൽ ഏത് പാർട്ടിക്കാണ് ആ പാർട്ടിക്ക് അനുവദിച്ചു കൊടുത്തിരുന്ന ചിഹ്നത്തിനുള്ള അവകാശമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷനാണ്. ഇനി അത് മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് ആവശ്യമായ ഉദ്യോഗസ്ഥന്മാരെ അല്ലെങ്കിൽ അധികാരികളെ നൽകാൻ
പ്രസിഡന്റിനോടും സംസ്ഥാന ഗവർണർമാരോടും അപേക്ഷിക്കുന്ന ചുമതലയും അവരെ നിയമിക്കുന്ന ചുമതലയും ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചുമതലയാണ്. ഇനി വേണ്ടി വന്നാൽ സ്വതന്ത്രവും നീതിപൂർവവും നിഷ്പക്ഷവുമായിട്ടായിരിക്കണം തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ ആ തെരഞ്ഞെടുപ്പ് റദ്ദാക്കാനും നീട്ടിവെക്കാനുമുള്ള അധികാരവും തെരഞ്ഞെടുപ്പിനാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഒരു സ്ഥാനാർത്ഥിയെ വിജയിയായി പ്രഖ്യാപിക്കാനുള്ള അവകാശം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പ് ചിഹ്നം അനുവദിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പിന്റെ ചെലവിന് പരിധി നിർണ്ണയിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും തെരഞ്ഞെടുപ്പ് ചെലവ് സംബന്ധിച്ച വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കൃത്യമായ വരവ് ചെലവ് കണക്കുകൾ നിശ്ചിത സമയത്തിനുള്ളിൽ കമ്മീഷന്റെ മുൻപാകെ സമർപ്പിച്ചില്ലെങ്കിൽ അങ്ങനെയുള്ളവരെ അയോഗ്യരാക്കാനുള്ള അധികാരവും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അത്തരത്തിൽ നമുക്കറിയാം, ഈ അടുത്തത് ഒഴിച്ച് ബാക്കി നോക്കിയാൽ സ്വതന്ത്ര ഇന്ത്യയിൽ 16 തെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നു. ആ തെരഞ്ഞെടുപ്പുകൾക്കൊക്കെ മേൽനോട്ടം വഹിച്ചത് ഈ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതിന്റെ അധികാരങ്ങളും എന്തൊക്കെ? ഇന്ത്യൻ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന പരിമിതികൾ എന്തൊക്കെ? ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള പരിമിതികൾ അല്ലെങ്കിൽ പോരായ്മകൾ എന്തൊക്കെ? പണത്തിന്റെ സ്വാധീനം, അക്രമം, ജാതിമതങ്ങളുടെ സ്വാധീനം നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗത്തെ ഏറ്റവും വലിയ പോരായ്മയാണത്. സമ്പത്തിന്റെ അമിതമായ ഉപയോഗം, വ്യാപകമായ അക്രമങ്ങൾ, ജാതിയുടെയും മതത്തിന്റെയും സ്വാധീനങ്ങൾ ഇന്ത്യയിലെമ്പാടും നമ്മൾ എക്കാലത്തും അന്നും ഇന്നും എല്ലാം തെരഞ്ഞെടുപ്പുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രത്യേകതകളാണിവയെല്ലാം. ഇത് സ്വതന്ത്രവും നീതിപൂർവവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പിന് വിഘാതമായ കാര്യങ്ങളാണ്, അനുകൂലമല്ലാത്ത കാര്യങ്ങളാണ്. മറ്റൊന്ന്, ഞാൻ മുമ്പേ പറഞ്ഞ കേവല ഭൂരിപക്ഷ സമ്പ്രദായമാണ് നമ്മൾ പ്രധാനമായിട്ടും സ്വീകരിച്ചിരിക്കുന്നത്. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിൽ മത്സരിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളിനെ തെരഞ്ഞെടുക്കുന്ന രീതിയാണുള്ളത്. പലപ്പോഴും മത്സരിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് വോട്ടായിരിക്കും. ശക്തമായ ത്രികോണ ചതുഷ്കോണ മത്സരങ്ങൾ ഒക്കെ നടക്കുന്ന മണ്ഡലങ്ങളിൽ പ്രധാനമായിട്ട് വോട്ട് 3, 4, 5 ഭാഗങ്ങളായി മൊത്തം വോട്ട് ഡിവൈഡ് ചെയ്തു പോകുമ്പോൾ വളരെ ചുരുങ്ങിയ വോട്ട് മാത്രം കിട്ടുന്ന ഒരാള് ഒരു മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു വരുന്ന രീതി. ഇപ്പൊ എന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു പഞ്ചായത്തിൽ കഴിഞ്ഞ പ്രാവശ്യം 1500ഓളം വോട്ടുകളുള്ള ഒരു പഞ്ചായത്ത് വാർഡില് 188 വോട്ട് കിട്ടിയ ആള് വിജയിച്ചു. തൊട്ടടുത്ത് വന്ന സ്ഥാനാർത്ഥിക്ക് 187 അതിനോടടുപ്പിച്ച് ബാക്കിയുള്ള 10-18ഓളം സ്ഥാനാർത്ഥികൾ വോട്ടുകൾ അങ്ങനെ ഡിവൈഡ് ചെയ്യപ്പെട്ടു പോയി. ഇതിനെ യഥാർത്ഥ ജനാധിപത്യമെന്ന് നമുക്ക് ഒരർത്ഥത്തിൽ പറയാൻ കഴിയില്ല. അപ്പൊ ഈ സമ്പ്രദായം പോരായ്മ ഉള്ളതാണ്. കേവല ഭൂരിപക്ഷ സമ്പ്രദായം പോരായ്മകളുള്ളതാണ്. മറ്റേ ഒരു ഇന്ത്യൻ ഇലക്ഷൻ സമ്പ്രദായത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട പോരായ്മ കുറ്റവാളികളെ സ്ഥാനാർത്ഥികളാക്കുന്ന രീതിയാണ്. നിരവധി കുറ്റവാളികൾ നമുക്കറിയാം, കാലാകാലങ്ങളിൽ, ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല, അന്നും ഇന്നുമൊക്കെ പാർലമെന്റിലെ ചോദ്യോത്തരവേളകളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ക്രിമിനൽ കേസുകളിൽ പ്രതികളായിട്ടുള്ള നിരവധി ആൾക്കാര് ജനപ്രതിനിധികളായിട്ട് വരുന്ന ഒരു സാഹചര്യം. അപ്പൊ അത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെയും തെരഞ്ഞെടുപ്പിന്റെയും ഒരു വലിയ പരിമിതിയും പോരായ്മയും ആണ്.
ഇനി അതിലൊക്കെ ഉപരി നമ്മൾ പരിശോധിച്ച് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്ത്രീകളുടെയും മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യം വളരെ കുറവാണ്. വളരെ വളരെ കുറവാണ്. സ്ത്രീ പ്രബുദ്ധതയിലുമൊക്കെ ഒരുപാട് മുന്നിലെന്ന് പറയുന്ന നമ്മളുടെ സംസ്ഥാനത്ത് പോലും സ്ത്രീകളുടെ പ്രാതിനിധ്യം വളരെ കുറവാണ്. 20 പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടതിൽ ഒരേ ഒരു വനിത മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവൻ പുരുഷന്മാരാണ്. പാർലമെന്റിലെ അവസ്ഥയും അത് തന്നെയാണ്. അപ്പോൾ അവർക്ക് വേണ്ടത്ര പ്രാതിനിധ്യം ലഭിക്കുന്നില്ല. ഇത് നമ്മുടെ ഇലക്ഷൻ സമ്പ്രദായത്തിന്റെ പരിമിതികളാണ്, പ്രധാനപ്പെട്ട പോരായ്മകളാണ്. ഇലക്ഷൻ സമ്പ്രദായം ഇന്ത്യയിലേത് പരിഷ്കരിക്കുന്നതിന് വേണ്ടി നൽകാൻ കഴിയുന്ന കുറെ നിർദ്ദേശങ്ങൾ പറയാൻ പറഞ്ഞാൽ ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷയിലെ 2 വർഷം മുമ്പത്തെ ഒരു ചോദ്യമായിരുന്നു, നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിന്റെ പോരായ്മകൾ നികത്തുന്ന പരിഷ്കാരങ്ങൾ ഏതൊക്കെ, നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന നിർദ്ദേശങ്ങൾ ഏതൊക്കെ? അപ്പൊ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാൻ കഴിയും. അതിൽ ഒന്നാമതായി പറയാൻ കഴിയുന്നത് കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിൽ നിന്നും ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിലേക്ക് നമ്മൾ മാറണം. നമുക്ക് വെക്കാൻ കഴിയുന്ന നല്ലൊരു നിർദ്ദേശമാണ്. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ടെങ്കിലും ഒത്തിരി പോരായ്മകളുണ്ട്. ഞാൻ പറഞ്ഞു ആ പോരായ്മകളെ കുറിച്ച്. അപ്പൊ നമ്മൾ കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിൽ നിന്നും ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിലേക്ക് മാറണം. എന്ന് വെച്ചാൽ ഓരോ രാഷ്ട്രീയ കക്ഷിക്കും കിട്ടുന്ന വോട്ടിന്റെ പെർസെന്റേജ് അനുസരിച്ച് അല്ലേ സീറ്റുകൾ ലഭിക്കുന്ന അവസ്ഥ. അപ്പൊ മൊത്തം വോട്ടിന്റെ 10% വോട്ട് ലഭിച്ച ഒരു പാർട്ടിക്ക് ചിലപ്പോൾ ഒരു സീറ്റും കിട്ടത്തില്ല. 100 സീറ്റ് ഉണ്ടെങ്കിൽ 10% വോട്ട് നേടിയ പാർട്ടിക്ക് 10 സീറ്റ് കിട്ടണം. 50% വോട്ട് കിട്ടിയ പാർട്ടിക്ക് 50 സീറ്റ് കിട്ടണം. 50% വോട്ട് കിട്ടിയ കക്ഷിക്ക് ചിലപ്പോൾ 80 സീറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ 90 സീറ്റ് ആയിരിക്കും കിട്ടുക. അത് കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന്റെ പോരായ്മ, പരിമിതിയാണ്. വോട്ടുകൾ പാഴായി പോകുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഇലക്ഷന്റെ പരിഷ്കാരത്തെക്കുറിച്ച്, ഇന്ത്യയിലെ ഇലക്ഷന്റെ പരിഷ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് പറയാൻ കഴിയുന്ന, നിർദ്ദേശിക്കാൻ കഴിയുന്ന ഒരു കാര്യം, കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിൽ നിന്നും ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിലേക്ക് ഒരു പരിവർത്തനം ഉണ്ടാകുന്നത് ഇലക്ഷൻ രംഗത്ത് വലിയ മാറ്റം ഉണ്ടാകും. രണ്ടാമത് വളരെ വ്യക്തമായി നമുക്ക് പറയാൻ കഴിയുന്നതാണ്, കുറഞ്ഞത് 1/3 സീറ്റെങ്കിലും സ്ത്രീകൾക്കായി സംവരണം ചെയ്യണം. മിടുക്കരായ സ്ത്രീകൾ ഇല്ലാഞ്ഞിട്ടല്ല, സ്ത്രീകളെ മത്സരിപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ വിമുഖത കാട്ടുന്നു. സ്ത്രീകൾ ഭരണരംഗത്ത് പിന്നോക്കമല്ല എന്നതിന്റെ അതിലുപരി മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയുന്നവർ ആണ് എന്നതിന്റെ ഉത്തമ ദൃഷ്ടാന്തം നമ്മുടെ സംസ്ഥാനത്ത് തന്നെയുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 50% സീറ്റുകളും സ്ത്രീകൾക്കാണ്. 50%-ലധികമുണ്ട്. അപ്പൊ അത്തരത്തിൽ ഉള്ള പഞ്ചായത്തുകളിലൊക്കെ നമുക്കറിയാവുന്നതാണ്, വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സ്ത്രീകൾക്ക് കഴിയുന്നുണ്ട്. പ്രഗത്ഭരായ, മിടുക്കരായ, അർപ്പണബോധമുള്ള, സത്യസന്ധതയുള്ള, അഴിമതിയില്ലാത്ത കുറേയേറെ സ്ത്രീകൾക്ക് പാർലമെന്റിലേക്ക് എത്തിച്ചേരുന്നതിന് ഉതകുന്ന തരത്തിൽ 1/3% അല്ലെങ്കിൽ 1/3 സീറ്റുകളെങ്കിലും സംവരണം ചെയ്താൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം നമുക്ക് വെക്കാൻ കഴിയും. സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചെലവ് നിശ്ചയിച്ചുകൊണ്ട് അത് സർക്കാർ വഹിക്കുക. അപ്പൊ കൃത്യമായി അതിന്റെ കണക്കുകൾ പരിശോധിക്കാനും മറ്റും കഴിയും. ഇപ്പോഴത്തെ അവസ്ഥയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിക്കുന്ന കണക്കുകൾ യാഥാർത്ഥ്യവുമായി യാതൊരു പൊരുത്തവും ഇല്ലാത്തതാണ്. വരവും ചെലവും ഒക്കെ 10 പോസ്റ്റർ അടിച്ചിട്ട് 10,000 പോസ്റ്ററിന്റെ കണക്കും ബില്ലും അവതരിപ്പിക്കും. 10,000 പോസ്റ്റർ അടിച്ചിട്ട്
10 പോസ്റ്ററിന്റെ ബില്ലും കണക്കും വെക്കും. നേരെ മറിച്ച് സർക്കാരാണ് ചെലവ് വഹിക്കുന്നതെങ്കിൽ കൃത്യമായ കണക്കുണ്ടാകും. തെരഞ്ഞെടുപ്പ് രംഗത്ത് കുറെ ശുദ്ധീകരിക്കപ്പെടൽ നടക്കും. മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം കുറ്റവാളികളെ പൂർണ്ണമായും മത്സരിപ്പിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കണം. യാതൊരു കാരണവശാലും കുറ്റവാളികളായിട്ടുള്ള ആൾക്കാരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുവദിക്കാൻ പാടില്ല. മറ്റൊന്ന്, ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാപം ജാതി മത സ്വാധീനം. പൂർണ്ണമായും ജാതി മത സ്വാധീനം തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കണം. നമുക്കിവിടെ നിയമങ്ങളില്ലാത്തതല്ല, ശക്തമായി നടപ്പിലാക്കാത്തതാണ് പ്രശ്നം. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ കൃത്യമായി കർശനമായി പാലിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. അടുത്തൊരു നടപടി അതാണ്. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ കർശനമായി കൃത്യമായി നടപ്പിലാക്കുന്നതിന് ആവശ്യമായ ശക്തമായ നടപടികൾ ഉണ്ടാവണം. കുറച്ചുകൂടി ആധുനികമായ രീതിയിലുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള വോട്ടിംഗ് സമ്പ്രദായം ഏർപ്പെടുത്തണം. വിദേശത്തുള്ളവർക്ക് പോലും ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവരെവിടെയായിരുന്നാലും വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിനുള്ള മുഴുവൻ ഇന്ത്യൻ പൗരന്മാർക്കും അതിനുള്ള അവകാശം വിനിയോഗിക്കുന്നതിനുള്ള ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തണം. വ്യാജ വോട്ടുകളും കള്ള വോട്ടുകളും കർക്കശമായി ഇല്ലാതാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. നിങ്ങൾക്ക് തന്നെ ധാരാളം നിർദ്ദേശങ്ങൾ ഇത്തരത്തിൽ വെക്കാൻ കഴിയും. അത്തരത്തിൽ നമ്മുടെ ഇലക്ഷൻ രംഗത്തെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ ശുദ്ധീകരിക്കുന്നതിനാവശ്യമായ നിരവധി നടപടികൾ നമുക്ക് നിർദ്ദേശിക്കാൻ കഴിയും. ഹയർ സെക്കൻഡറി തുല്യത 1ാം വർഷത്തെ 3ാമത്തെ ചാപ്റ്ററാണിത്. തുല്യതയിൽ ക്ലാസ്സിലിരിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, തുല്യതക്കാർക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ക്ലാസ് എടുക്കുന്നത്, പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന രീതികൾ അവലംബിക്കണം. നന്നായി വായിക്കണം, പുസ്തകം വായിക്കണം. ഞാൻ പറഞ്ഞ ഭാഗത്തെ ചോദ്യങ്ങൾ നോക്കണം, പുസ്തകത്തിലെ വിലയിരുത്തൽ ചോദ്യങ്ങൾ നോക്കണം. അതിന്റെ ആൻസർ കീ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ രീതിയിൽ ബ്രീഫായിട്ട് ആ ചോദ്യങ്ങൾക്കുള്ള ആൻസർ കൃത്യമായി എഴുതി സൂക്ഷിക്കണം, പഠിക്കണം. ഓക്കെ.